തൃശൂരിലെ നാട്ടികയിൽ കൃത്യം 67 വർഷങ്ങൾക്ക് മുമ്പ് 1955 നവംബർ മാസം 15-ാം തീയതിയാണ് യൂസുഫ് അലി ജനിക്കുന്നത്. തീർത്തും ഒരു ഇടത്തരം കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. പ്രാഥമിക വിദ്യാഭ്യാസങ്ങൾക്കെല്ലാം ശേഷം അദ്ദേഹം ഗുജറാത്തിലേക്ക് യാത്രയാവുകയാണ്. പിതാവും അനുജനും ചേർന്നുകൊണ്ട് ഗുജറാത്തിലെ ഒരു പലചരക്ക് കടയും അതുമായി ബന്ധപ്പെട്ട ചില കച്ചവടങ്ങളും ബിസിനസ്സുകളും മറ്റുമെല്ലാം നടത്തുന്നുണ്ടായിരുന്നു. അതിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു യൂസുഫ് അലി ഗുജറാത്തിലേക്ക് വണ്ടി കയറിയിട്ടുണ്ടായിരുന്നത്. ബിസിനസിന്റെ ആദ്യ പാഠങ്ങൾ പിതാവിനോടൊപ്പം ചേർന്നുകൊണ്ട് ഗുജറാത്തിൽ വെച്ചുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്നുകൂടി ഇതിനോട് ചേർത്ത് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ബിസിനസിനോടൊപ്പം തന്നെ പഠനവും ഈ കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഒരുപോലെ മുമ്പോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ബിസിനസ് ഇൻ അഡ്മിനിസ്ട്രേഷനിൽ അദ്ദേഹം ഡിപ്ലോമ കരസ്ഥമാക്കുന്നത്. ഏറ്റവും ഒടുവിൽ ആ ഒരു ദിവസം വന്നെത്തിച്ചേരുകയാണ്. തന്റെ കൊച്ചാപ്പിയായ MK അബ്ദുള്ള ദുബായിൽ ചെറിയ തരത്തിലുള്ള ചില കച്ചവടങ്ങളും ചില ബിസിനസ്സുകളും മറ്റുമെല്ലാം നടത്തുന്നുണ്ടായിരുന്നു. തൃശൂരിലെ നാട്ടികയിൽ കൃത്യം 67 വർഷങ്ങൾക്ക് മുമ്പ് 1955 നവംബർ മാസം 15-ാം തീയതിയാണ് യൂസുഫ് അലി ജനിക്കുന്നത്. തീർത്തും ഒരു ഇടത്തരം കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. പ്രാഥമിക വിദ്യാഭ്യാസങ്ങൾക്കെല്ലാം ശേഷം അദ്ദേഹം ഗുജറാത്തിലേക്ക് യാത്രയാവുകയാണ്. പിതാവും അനുജനും ചേർന്നുകൊണ്ട് ഗുജറാത്തിലെ ഒരു പലചരക്ക് കടയും അതുമായി ബന്ധപ്പെട്ട ചില കച്ചവടങ്ങളും ബിസിനസ്സുകളും മറ്റുമെല്ലാം നടത്തുന്നുണ്ടായിരുന്നു. അതിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു യൂസുഫ് അലി ഗുജറാത്തിലേക്ക് വണ്ടി കയറിയിട്ടുണ്ടായിരുന്നത്. ബിസിനസിന്റെ ആദ്യ പാഠങ്ങൾ പിതാവിനോടൊപ്പം ചേർന്നുകൊണ്ട് ഗുജറാത്തിൽ വെച്ചുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്നുകൂടി ഇതിനോട് ചേർത്ത് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ബിസിനസിനോടൊപ്പം തന്നെ പഠനവും ഈ കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഒരുപോലെ മുമ്പോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ബിസിനസ് ഇൻ അഡ്മിനിസ്ട്രേഷനിൽ അദ്ദേഹം ഡിപ്ലോമ കരസ്ഥമാക്കുന്നത്. ഏറ്റവും ഒടുവിൽ ആ ഒരു ദിവസം വന്നെത്തിച്ചേരുകയാണ്. തന്റെ കൊച്ചാപ്പിയായ MK അബ്ദുള്ള ദുബായിൽ ചെറിയ തരത്തിലുള്ള ചില കച്ചവടങ്ങളും ചില ബിസിനസ്സുകളും മറ്റുമെല്ലാം നടത്തുന്നുണ്ടായിരുന്നു. അതിനെ സഹായിക്കുന്നതിന് വേണ്ടി യൂസുഫ് അലി ദുബായിലേക്ക് UAE യാത്ര തിരിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ 1973 ഡിസംബർ 31-ാം തീയതി മുംബൈയിലെ ബോംബെയിലെ തുറമുഖത്ത് നിന്നും ദുംറ എന്ന കപ്പലിൽ കയറിക്കൊണ്ട് അദ്ദേഹം UAE യാത്ര ആരംഭിക്കുകയാണ്. മനസ്സിൽ ഒരുപാടധികം പ്രതീക്ഷകളോടുകൂടി തന്നെ പ്രതീക്ഷകളുടെ നഗരമായ പ്രതീക്ഷകളുടെ മരുഭൂമിയായ UAE ലക്ഷ്യമാക്കിക്കൊണ്ട് വലിയ വലിയ തിരമാലകളെ കീറി മുറിച്ചുകൊണ്ട് ആ കപ്പൽ മുമ്പോട്ടേക്ക് തന്നെ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ 7 ദിവസങ്ങൾ പിന്നിടുമ്പോൾ അദ്ദേഹം ഒടുവിൽ UAE എത്തിച്ചേരുകയാണ്. പക്ഷെ പ്രതീക്ഷകൾക്കപ്പുറത്തേക്ക് നമ്മൾ ഇന്ന് കാണുന്ന നിലയിലുള്ള ഒരു ദുബായിയെ ആയിരുന്നില്ല അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത്. തീർത്തും മരുഭൂമികളാൽ തിങ്ങി നിറഞ്ഞ അവശ്യ സൗകര്യങ്ങളെല്ലാം തന്നെ വളരെയധികം കുറഞ്ഞ നിലയിലായിരുന്നു അന്ന് കാണുന്ന ദുബായ്, അബുദാബി, ഇന്നത്തെ UAE എല്ലാം ഉണ്ടായിരുന്നത്. അതിനാലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള പല കഷ്ടപ്പാടുകളിലൂടെ തന്നെയായിരുന്നു യൂസുഫ് അലി എന്ന ഇന്നത്തെ ഏറ്റവും വലിയ കോടീശ്വരനായ, ഏറ്റവും വലിയ ബില്യനറായ, ഏറ്റവും അധികം പണക്കാരനായ മലയാളിയായ വ്യക്തിയുടെ ആദ്യ ദുബായ് നാളുകൾ കടന്നു പോയിട്ടുണ്ടായിരുന്നത്, ആദ്യ UAE ദിനങ്ങൾ കടന്നു പോയിട്ടുണ്ടായിരുന്നത്. തീർത്തും വലിയ തരത്തിലുള്ള ചൂടിൽ 50ഓളം ഡിഗ്രി സെൽഷ്യസ് ചൂടിലായിരുന്നു അദ്ദേഹം പലപ്പോഴും തന്റെ കൊച്ചാപ്പയുടെ കൂടെ ആ ബിസിനസിന്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള ജോലികളും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ഈ കഠിനമായ ചൂടിൽ പലപ്പോഴും ചരക്കുകൾ ചുമക്കുന്ന ജോലി പോലും അദ്ദേഹം നിരന്തരമായി ചെയ്തു വരുമായിരുന്നു. നാളുകൾ വീണ്ടും മുമ്പോട്ടേക്ക് കടന്നു പോവുകയാണ്. ലുലു ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള MK അബ്ദുള്ള എന്ന അദ്ദേഹത്തിന്റെ കൊച്ചാപ്പയോടൊപ്പം തന്നെ പലതരത്തിലുള്ള തന്ത്രങ്ങളിലൂടെ ബിസിനസിനെ വീണ്ടും മെച്ചപ്പെടുത്തിയെടുക്കുന്ന കാര്യത്തിൽ നിരന്തരമായി അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പലപ്പോഴും ബാക്കിയുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായ പാതയിൽ ചിന്തിച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് പോകാൻ എപ്പോഴും താല്പര്യമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. എവിടെ നിന്നാണ് തങ്ങളുടെ കടയിലേക്ക് ഇത്തരത്തിലുള്ള ഈ വസ്തുക്കളെല്ലാം വരുന്നത് എന്ന് അന്വേഷിക്കുകയായിരുന്നു. അതിനുശേഷം കൃത്യമായ നിലയിൽ തന്നെ ആ ഫാക്ടറികളിൽ ചെന്നുകൊണ്ട് ആ സാധനം കുറഞ്ഞ വിലക്ക് മേടിച്ചു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ നിരക്കിൽ തന്നെ ചെറിയ ലാഭം എടുത്തുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വിൽക്കാൻ വേണ്ടി തങ്ങൾക്ക് സാധിക്കുമെന്നും അതുവഴി വലിയ തരത്തിൽ തന്നെ ലാഭം കൈക്കൊള്ളാൻ സാധിക്കുമെന്നൊരു കാര്യം അദ്ദേഹം കൃത്യമായ നിലയിൽ തന്നെ മനസ്സിലാക്കുകയാണ്. പക്ഷേ അവിടെ ദുബായിലേക്ക് വരുന്ന അല്ലെങ്കിൽ UAE വരുന്ന സാധനങ്ങൾ പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളതായിരുന്നു, വിദേശ രാജ്യങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്നതായിരുന്നു. അതിനുവേണ്ടിയും നിരന്തരമായി പല രാജ്യങ്ങളിലേക്ക് അദ്ദേഹം യാത്രകൾ നടത്തുകയുണ്ടായി. ഈ ഒരു അവസരങ്ങളിലാണ് ഇറക്കുമതി സാധ്യതകളെ കുറിച്ച് വ്യക്തമായ നിലയിൽ തന്നെ അദ്ദേഹം മനസ്സിലാക്കുന്നത്.
ഉൽപ്പാദിപ്പിക്കുന്ന ആളുകളിൽ നിന്നും നേരിട്ട് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് അത് UAE-യിലേക്ക് ഇറക്കുമതി ചെയ്ത് ഹോൾസെയിലായിട്ട് തന്നെ ഡിസ്ട്രിബ്യൂഷൻ നടത്താൻ വേണ്ടി അങ്ങനെ അവർ തീരുമാനിക്കുകയും അതിനനുസരിച്ച് മുമ്പോട്ട് പോവുകയും ചെയ്യുകയാണ്. 1980-കളിൽ തന്നെ ഈ ഒരു കാര്യങ്ങൾക്കെല്ലാം വേണ്ടി തന്നെ പല യൂറോപ്യൻ രാജ്യങ്ങളിലും സിംഗപ്പൂരിലും ഓസ്ട്രേലിയയിലും എല്ലാം അദ്ദേഹത്തിന് സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു അവസരങ്ങളിലെല്ലാം തന്നെ അവിടെ നിന്നും തനിക്ക് സ്വീകരിക്കാവുന്ന ബിസിനസ് മാർഗങ്ങളെക്കുറിച്ച് അദ്ദേഹം നിരന്തരമായി വീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ ഒരു കാര്യം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. നമ്മുടെ നാട്ടിലുള്ള കടകളിൽ നിന്നുമെല്ലാം വ്യത്യസ്തമായിട്ട് സാധനങ്ങൾ മേടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരൊറ്റ സൂപ്പർ മാർക്കറ്റ് എന്നൊരു ആശയം അവിടെ നിന്നാണ് ആദ്യമായി യൂസുഫ് അലി കാണുന്നത്. ആ ഒരു കാലയളവിൽ UAE-യിലേക്ക് നോക്കുകയാണെങ്കിൽ ഓരോരോ വസ്തുക്കളും മേടിക്കുന്നതിന് വേണ്ടി ഒരുപാടധികം സഞ്ചരിച്ച് പല പല കടകളിലായിട്ട് കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെല്ലാം മാറ്റുന്ന നിലയിൽ എല്ലാ കാര്യങ്ങളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് UAE-യിൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ വേണ്ടി അദ്ദേഹം തീരുമാനിക്കുകയാണ്. അങ്ങനെ 1989 അദ്ദേഹത്തിന്റെ ആദ്യത്തെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങുകയാണ്. ഇത് വലിയ തരത്തിലുള്ള സ്വീകാര്യത തന്നെയായിരുന്നു ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരുന്നത്. അനേകം കടകളിൽ കയറി ഇറങ്ങുന്നതിന് പകരമായിട്ട് അവർക്ക് എല്ലാ വസ്തുക്കളും ഒരൊറ്റ കടയിൽ നിന്നും ഒരൊറ്റ സൂപ്പർ മാർക്കറ്റിൽ നിന്നും തന്നെ ലഭിക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ ജനങ്ങൾ വലിയ തോതിൽ തന്നെ അതിനെ ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. അതിനാലൊക്കെ തന്നെ സൂപ്പർ മാർക്കറ്റ് ലാഭകരമായിട്ട് മുമ്പോട്ട് പോകുന്നു എന്നതിനാലൊക്കെ തന്നെ അതിനെ ഒന്നുകൂടെ വിപുലീകരിക്കാൻ വേണ്ടി അദ്ദേഹം തീരുമാനിക്കുകയാണ്. ഒരുപാടധികം വസ്തുക്കൾ ഉൾക്കൊള്ളുന്ന ഹൈപ്പർ മാർക്കറ്റ് എന്നതായിരുന്നു അടുത്തതായി അദ്ദേഹത്തിന്റെ ലക്ഷ്യം. പക്ഷേ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് UAE സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റേഴ്സ് ഇല്ലാതെ അവർക്ക് കാര്യമായ നിലയിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് കാണുന്ന നിലയിലേക്കെല്ലാം UAE മാറ്റിയെടുക്കുന്ന കാര്യത്തിൽ അവിടെ വന്നു ചേർന്നിട്ടുള്ള ഓരോ ഇൻവെസ്റ്ററിന്റെയും പങ്ക് തീർത്തും വലിയ തോതിൽ തന്നെയാണ്. എന്നാൽ ആ കാലഘട്ടങ്ങളിൽ 1990-ൽ ഗൾഫ് യുദ്ധം കാരണമായിട്ട് ഇൻവെസ്റ്റേഴ്സ് എല്ലാം തന്നെ UAE-യിൽ നിക്ഷേപം നടത്തുന്ന കാര്യത്തിൽ വലിയ തരത്തിൽ തന്നെ ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ആത്മവിശ്വാസത്തോടു കൂടി ധൈര്യത്തോടു കൂടി തന്നെ അന്ന് MA യൂസുഫ് അലി പറഞ്ഞ ചില വാക്കുകളുണ്ട്. ദീർഘദൃഷ്ടിയോടുകൂടെ UAE പടുത്തുയർത്തുന്നതിൽ നിപുണനായ നേതാവായ ഷെയ്ഖ് സായിദിൽ പോലും വലിയ തരത്തിലുള്ള സ്വാധീനമായിരുന്നു ആ വാക്കുകൾ ഉണ്ടാക്കിയത്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ രാജ്യത്തെ വിശ്വസിക്കുന്നു എന്നതായിരുന്നു. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ രാജാവ് അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തുകയും പിന്നീട് രാജകുടുംബമായി പോലും നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കാൻ ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. നമ്മൾ നോക്കുകയാണെങ്കിൽ രാജകുടുംബം കഴിഞ്ഞാൽ UAE-യിൽ ഏറ്റവും അധികം സ്വാധീനമുള്ള വ്യക്തിയായിട്ട് പോലും നിലകൊള്ളുന്നത് MA യൂസുഫ് അലി എന്ന മലയാളിയാണ്. നാളുകൾ പിന്നെയും കടന്നുപോയി. 1991-ൽ ഗൾഫ് യുദ്ധം അവസാനിക്കുകയാണ്. ദുബായ് UAE പതിയെ വീണ്ടും ഉയരാൻ ആരംഭിക്കുകയാണ്. അതോടുകൂടെ MA യൂസുഫ് അലി എന്ന ബിസിനസ്സുകാരനും പിന്നെയും വർഷങ്ങൾ കടന്നു പോവുകയാണ്. പല മേഖലകളിലേക്കായി അദ്ദേഹം തന്റെ ബിസിനസിനെ വ്യാപിപ്പിക്കുകയാണ്. 2000-ൽ എത്തുമ്പോൾ ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണലിന് അദ്ദേഹം തുടക്കം കുറിക്കുകയാണ്. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം സക്സസ്ഫുൾ ബിസിനസ്സുകൾ ഒരുമിച്ച് കൊണ്ടുപോകുന്ന വലിയൊരു ശൃംഖലയായിട്ട് പോലും ഇന്നത് പടർന്ന് പന്തലിച്ചിട്ടുണ്ട്. ഈ ഹൈപ്പർ മാർക്കറ്റുകളുടെ കാര്യം മാത്രം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ GCC കൺട്രീസുകളിൽ മാത്രമായി തന്നെ വലിയ 200-ലധികം ഹൈപ്പർ മാർക്കറ്റുകളാണ് ലുലുവിനുള്ളത്. അതുപോലെ തന്നെ 57,000-ലധികം വരുന്ന ആളുകളാണ് ലുലു ഗ്രൂപ്പിന് വേണ്ടി ഇന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും 37 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് ജോലി നൽകാൻ കൂടെ ലുലു ഗ്രൂപ്പിന് ഇന്ന് സാധ്യമായിട്ടുണ്ട്. തന്റെ രാജ്യത്ത് ആദ്യമായി ഒരു മാൾ കൊണ്ടുവരണമെന്ന്, ഇത്തരത്തിൽ തന്റെ ഹൈപ്പർ മാർക്കറ്റ് മറ്റുമെല്ലാം കൊണ്ടുവരണമെന്ന് ചിന്തിച്ചപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ MA യൂസുഫ് അലി തിരഞ്ഞെടുത്തത് തന്റെ സ്വന്തം സംസ്ഥാനത്തിൽ തന്നെയായിരുന്നു. അതിനടിസ്ഥാനത്തിൽ ഏറെക്കുറെ 1200 കോടി രൂപയോളം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ആദ്യമായി 2013-ൽ കൊച്ചി ലുലു മാൾ ഇവിടെ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നത്. അന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മാള് കൂടിയായിരുന്നു കൊച്ചി ലുലു മാൾ. എത്രയായിരിക്കും MA യൂസുഫ് അലി എന്ന വ്യക്തിയുടെ ഇന്നത്തെ ആസ്തി എന്നതിനെ കുറിച്ച് തന്നെ ആയിരിക്കും. അതിലേക്ക് കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ടോട്ടൽ ആസ്തി എന്ന് പറയുന്നത് $500 ബില്യൺ അടുത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. തീർത്തും വ്യത്യസ്ത ചിന്താഗതിയോടുകൂടി തന്നെ തന്റെ ബിസിനസ്സുമായിട്ട് മുമ്പോട്ട് പോയ അദ്ദേഹത്തെ രാജ്യം 2008-ൽ പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ വിദേശ ഇന്ത്യക്കാർക്ക് നൽകുന്ന ഏറ്റവും ഉന്നത ബഹുമതിയായിട്ടുള്ള പ്രവാസി ഭാരതീയ സമ്മാൻ 2005-ൽ APJ അബ്ദുൽ കലാമിന്റെ കൈകളിൽ നിന്നും അദ്ദേഹം ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മാത്രമല്ല
വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ നിന്നായിട്ട് ഹോണറി ഡോക്ടറേറ്റുകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. MA യൂസുഫ് അലിയെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം നമ്മുടെ രാജ്യത്തിന് നൽകിയ സംഭാവനകളെ കുറിച്ചുകൂടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. രാജ്യത്തിന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ MA യൂസുഫ് അലി എന്ന വ്യക്തിയും ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണലും നൽകുന്ന അല്ലെങ്കിൽ വഹിക്കുന്ന പങ്ക് എന്ന് പറയുന്നത് തീർച്ചയായും വളരെ വലുത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഓരോ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന അവസരങ്ങളിൽ, ഓരോ പ്രശ്നങ്ങൾ മനുഷ്യർ നേരിടുന്ന അവസരങ്ങളിൽ യഥാസമയത്ത് കൃത്യമായ നിലയിലുള്ള പരിഹാരങ്ങൾ MA യൂസുഫ് അലിയിൽ നിന്നും തീർച്ചയായും നമുക്ക് എല്ലാവർക്കും ലഭിക്കാറുണ്ട്. കഴിഞ്ഞ പ്രളയത്തിന്റെ കാലത്തും അതിനു മുമ്പുണ്ടായിരുന്ന വിഷയങ്ങളിലും എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ സഹായ സഹകരണങ്ങൾ തീർച്ചയായിട്ടും നമ്മളേവരും കണ്ടു. അപ്പൊ എന്തായാലും നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടം വൈൻഡപ്പിയാണ്. വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ദീർഘവീക്ഷണത്തോടുകൂടെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് പുതിയ പുതിയ ബിസിനസ് സാധ്യതകളെ മനസ്സിലാക്കി മുമ്പോട്ട് പോയി എന്നതാണ് ബാക്കിയുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് MA യൂസുഫ് അലി എന്ന വ്യക്തി, മലയാളിയായ വ്യക്തി ചെയ്തിട്ടുള്ള ഒരേ ഒരു കാര്യം. അത് തന്നെയാണ് ഇത്ര വലിയ ഉയരങ്ങളിലേക്ക് അദ്ദേഹത്തെ എത്തിക്കാൻ കാരണമായിട്ടുള്ളതും. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാട് വീഡിയോസുകളുമായി കണ്ടുമുട്ടാണ് പ്രതീക്ഷയോടെ. ബൈ.